ഇന്ന് റമളാൻ 1. ഇനി അങ്ങോട്ട് റമളാൻ സ്പെഷ്യൽ വ്ളോഗുകളായിരിക്കും കേട്ടോ. കണ്ടില്ലേ പ്രഭാതം പൊട്ടി വിടരുന്നത്. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ പുറത്ത് നല്ല മഴയാട്ടോ. അതുപോട്ടെ, നമ്മൾ എവിടെയാണ് നിർത്തിയത്? പ്രഭാത കിരണങ്ങൾ. രാവിലെ തന്നെ കുറച്ച് അടിക്കലും ഒതുക്കലും അലക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പെറുക്കലും. പിന്നെ കുറച്ച് നനയ്ക്കലും. അതും കഴിഞ്ഞപ്പോൾ കുറച്ച് മടക്കലും. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി കുളിച്ചു കേട്ടോ. ചങ്ങായിനെ എവിടെ നോക്കിയിട്ടും കാണാനില്ല. നോക്കുമ്പോൾ ഉണ്ട് അടുക്കളയിൽ നിന്ന് ചക്ക തിന്നു. ചക്ക തീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണ്ടായിരുന്നു കേട്ടോ. ഒന്നുമല്ല, അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ. നോമ്പൊക്കെ അല്ലേ, നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് പോയതാട്ടോ. കുറച്ച് ചിക്കൻ കൂടി വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഈറ്റിങ്ങൾ ഈ പെട്ടിനുള്ളിൽ കിടക്കുന്നുണ്ട്, പാവം തോന്നുക. പിന്നെ ഇപ്പോൾ തിന്നാതാക്കാൻ പറ്റില്ലല്ലോ. ആസ് എ ബയോളജി ടീച്ചർ, എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിന് അത് അനിവാര്യമാണ്. തൊട്ടപ്പുറത്തുനിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മോ, എല്ലാത്തിനും നല്ല പൊള്ളണ വില കേട്ടോ. നമ്മൾ കുറച്ച് ബത്തക്കയും മുന്തിരിയൊക്കെ വാങ്ങിച്ച്, പിന്നെ അതും തൂക്കി പിടിച്ച് ഒരൊറ്റ നടത്തം. ഒരു സഹായത്തിനൊപ്പം കൂട്ടിയതായി മുതലിനെ. ഒരു 2 കവറെങ്കിലും ആ വണ്ടിമേലൊന്ന് തൂക്കുമെന്ന് ചോദിച്ചപ്പോൾ ഓനക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമാത്രം വാങ്ങി തൂക്കി. വല്ലാത്തൊരു തുരപ്പം തന്നെ. ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്കുള്ള പണിതാ ചിരിച്ചോണ്ട് കിടക്കണം. എൻ്റെ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴും. പിന്നെ കളികളായി ചിരികളായി. വാങ്ങിക്കൊണ്ടുവന്ന മുന്തിരി വെച്ചിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനൊരു ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. പിന്നെ ഒരു ഇത്തിരി നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു അസർ നിസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അടുക്കളയൊക്കെ ഇറങ്ങി. കുറച്ച് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി, കൂടെ പത്തിരിയും ചിക്കൻ കറി. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു, ഉള്ളിവട പൊരിച്ചു വെച്ചു, കൂടെ കുടിക്കാൻ കുറച്ച് മിൻറ്റ് ലൈമും ഉണ്ടാക്കി. ഇതിങ്ങനെ നിരന്ന് നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. ക്ഷീണം മാറ്റാൻ നല്ല അടിപൊളി തരിക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറന്നു കേട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ 1ാമത്തെ നോമ്പ് തുറന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നോമ്പില്ലായിരുന്നു കേട്ടോ. ഈ പാല് കൊടുക്കുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ അതൊന്നും അറിയൂലേ. കുട്ടികൾ 2 ഉറങ്ങി. ഇൻഷാ അല്ലാ. അപ്പോൾ ബാക്കി നാളെ കേട്ടോ.